എങ്ങനെ വന്നേ? അമ്മയുണ്ടോ കൂടെ? അത് ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. അയ്യോ, അമ്മയെ കൊണ്ടുവരാ ഞാൻ. അമ്മയ്ക്ക് സ്കൂളുണ്ട്, അമ്മ പഠിപ്പിക്കുന്നുണ്ട്. ഓ, അന്നേരം കുട്ടികളെ ഇട്ടേച്ചൊന്നും പോരാൻ ഒക്കത്തില്ല. അമ്മയ്ക്ക് എന്നൊക്കെ പ്രിയം പിള്ളേരെയാ, അവിടുത്തെ പിള്ളേരെയാ. ആ പിള്ളേരാണെങ്കിൽ ഇന്നൊരു പീരീഡ് ഫ്രീ ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചപ്പോ അമ്മ സ്ട്രിക്റ്റാ? അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ എന്നെ വളർത്തി ഭയങ്കര ക്ഷമ പഠിച്ചു. അത് കൊള്ളാട്ടോ. അത്ര ചട്ടമ്പിയായിരുന്നു? ഭയങ്കര ചട്ടമ്പിയായിരുന്നു. വെരി ഗുഡ്. ഭയങ്കര ചട്ടമ്പി എന്ന് വെച്ചാൽ അമ്മ അവസാനം പറഞ്ഞു, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോ പറഞ്ഞു, എന്റെ പൊന്നു മോളെ നീ നന്നാവത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ നന്നാവതി, വെറുതെ എന്നെ തല്ലിയിട്ട് അമ്മയുടെ കൈ വെറുതെ കളയണ്ട. അത് അമ്മയുടെ ആരോഗ്യം കളയണ്ടെന്ന് വിചാരിച്ചു. ചുമ്മാ അല്ല ഈ ചട്ടമ്പി കഥാപാത്രം കണ്ടുപിടിച്ചങ്ങ് എടുത്ത്. എനിക്ക് തോന്നുന്നു ഷാലുവിന്റെ സ്വഭാവം ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഡയറക്ടർ തന്നത്. അതല്ല, എനിക്ക് ക്യാരക്ടർ കിട്ടുമ്പോ ഈ ചന്ദനമഴയിൽ കിട്ടുമ്പോൾ എന്നെ ആകെ സീരിയലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. എങ്ങനെ അതിൽ വന്നേ? ഞാൻ ഒരു 7-8 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാ. ഇന്ദുലേഖയുടെ ആഡ് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ചെക്കൻ എൻ്റെ മുടി അത്രേ ഇഷ്ടമായത് അന്നേരം ഉണ്ടായിരുന്നു, ഇന്നില്ല. അപ്പോൾ അത് കണ്ടുവെച്ച് നമ്മുടെ തമ്പി സാറ്, ശ്രീകുമാരൻ തമ്പി സാറ് വിളിച്ചു. ചട്ടമ്പി കല്യാണി എന്ന് പറഞ്ഞ ടൈറ്റിൽ റോൾ ചെയ്യാൻ വിളിച്ചു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ചന്ദനമഴ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഓ, ഓക്കെ. അപ്പം ഈ ശരിക്കും പറഞ്ഞ താൻ പോസിറ്റീവ് റോൾസ് ചെയ്തപ്പോ ഒന്നും ആരും തിരിച്ചറിഞ്ഞില്ല. ആകെ തിരിച്ചറിഞ്ഞ തമിഴ്നാട്ടുകാർ മാത്രം. നമ്മുടെ മലയാളികളൊന്നും മനസ്സിലായില്ല. നെഗറ്റീവ് ചെയ്തപ്പോഴാണ് മലയാളികൾക്ക് മനസ്സിലായത്. ശരിക്കും അത് ആസ് എ ആക്ട്രസ് തനിക്ക് എന്നാ അതിനകത്തൊരു ഡിഫറൻസ് തോന്നി? അതിലെന്താ ഒരു പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റിയൊരു പ്ലസ് പോയിന്റ് എന്താ തോന്നിയേ? എനിക്ക് തോന്നുന്നത്, ഞാൻ പൗലോ കൊയ്ലോയുടെ ബുക്കിനകത്ത് വായിച്ചിട്ടുണ്ട്, എല്ലാ മനുഷ്യരിലും കുറച്ച് സാഡിസം ഉണ്ട് എല്ലാവരുടെതിനകത്തും. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് സാഡിസം അല്ല, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിലത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു ബോംബാക്രമണം ഒക്കെ നടക്കുന്ന ഒരു ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മളത് കാണുമ്പോൾ ഓഫ് ചെയ്യത്തില്ല, അതിന്റെ ബാക്കി എന്താന്ന് അറിയാൻ വേണ്ടി. അയ്യോ അവിടെ പറ്റി, അയ്യോ ഇവിടെ അയ്യോ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതല്ലാതെ അത് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകത്തില്ല. എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് സാഡിസം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ക്യാരക്ടർ ഈ നെഗറ്റീവ് ചെയ്യുമ്പോഴും കുറ്റം പറയുമെങ്കിലും അത് കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ്. ശരിയാ ഈ പറഞ്ഞ വളരെ ശരിയാ കേട്ടോ. അതൊന്നും നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല. നേരാ, ഇങ്ങനെ ഈ പറഞ്ഞ കൂട്ട് നമ്മളൊരു എന്ത് കലാമിറ്റീസ് നടന്നാലും നോക്കിക്കോ, എല്ലാവരും അത് ഫുള്ള് ഇരുന്ന് കണ്ടു. ഏതൊക്കെ ന്യൂസ് ചാനലിൽ കാണാവോ അത് മൊത്തം എല്ലാ ന്യൂസ് ചാനലും വെച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ ഈ ഷാലുനെ ആസ് എൻ ആക്ട്രസ് തന്നെ ഏറ്റവും നല്ല ഫീച്ചർ തനിക്ക് ഏറ്റവും ചോദിച്ചു എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു, താൻ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്റെ കണ്ണാന്ന് പറഞ്ഞത്. പിന്നെ ഇനി കണ്ണെഴുതാഞ്ഞ് കണ്ണെഴുതാഞ്ഞതോ? ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കണ്ണുകൂടെ എഴുതി കഴിയുമ്പോ ഞാൻ പറയുന്നത് ബേസിക്കലി പെൺകുട്ടികൾ കണ്ണെഴുതുന്നല്ലേ നല്ല ഭംഗി, നല്ലതാ. പക്ഷെ അന്നേരം കുറച്ച് മേക്കപ്പിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം എന്നാണ് എന്റെ. കാരണം എല്ലാം അതേപോലെ ആ ഫീച്ചേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്തായിട്ടില്ലേ പിന്നെ പ്രയത്നം കാണുന്നില്ലായിരിക്കും. ഒരിക്കലല്ല. പക്ഷെ കണ്ണെന്ന് പെട്ടെന്ന് പറയണ്ട. എല്ലാരും പറയുന്ന കാര്യമാണ്. എല്ലാവർക്കും ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും വ്യൂവേഴ്സ് പറയുന്ന കാര്യം, കണ്ണ് ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ഭയങ്കര മാഗ്നറ്റിക് പവർ ആണ്. തമിഴ്നാട്ടിൽ സീരിയൽ ചെയ്യുമ്പോഴും അതിന്റെ തെണ്ടൽ എന്ന് പറഞ്ഞ സീരിയലിന്റെ ഡയറക്ടർ കുമരൻ സാറ് പറയുന്നതും കാന്തക്കണ്ണി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. കാന്തക്കണ്ണി വാ വന്ന പൊസിഷൻ ഇല്ല അപ്പടി അങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. തമിഴ് നല്ല പറയും, എന്നോട് പറയരുത്, ഞാൻ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അത്യാവശ്യം അത്യാവശ്യം. അതായത് ഇവിടുന്ന് പോയി സീരിയൽ എല്ലാം ചെയ്തപ്പോഴാണ് ലാംഗ്വേജ് പഠിച്ചത്. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലായിരുന്നു, ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് പ്രോംപ്റ്റിംഗ് വേണം. ഇല്ല ഇവിടെ പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ഞാൻ പെട്ടുപോകുന്നു പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം, അവസാനം അവര് ഒരു 2 പേജ് സീൻ എനിക്ക് കൊണ്ടു തന്നു, പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് നിങ്ങൾ പറയും, മലയാളം പോലും മര്യാദയ്ക്ക് ഞാൻ പഠിച്ചിട്ട് പറയത്തില്ല. എന്നോട് തമിഴ് പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു. ശരി, മൊത്തം മലയാളത്തിൽ എഴുതി. എന്നിട്ട് വായിച്ചു. രാവിലെ കൊണ്ടെത്തുന്നു, വൈകുന്നേരം ആയപ്പോഴും സീൻ എടുക്കാൻ പറ്റിയില്ല. അവസാനം പറഞ്ഞു മോളെ നമുക്ക് പ്രോംപ്റ്റിംഗ് തരാട്ടോ എന്ന് പറഞ്ഞു. അതാണ് ഷാലു ശരിക്കും ഫീൽഡിലേക്ക് വന്നേനെ. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്. ഓക്കെ. അപ്പം എൻ്റെ ഡാൻസ് സാറുമാർക്ക് ഈ ഫീൽഡിലുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ അറിയായിരുന്നു. അപ്പം ഇങ്ങനെ ഡാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്തായാലും അന്വേഷിക്കുമല്ലോ. അപ്പം അങ്ങനെ അവർക്ക് സജസ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്, ഒരു അച്ഛൻ്റെ ഡോക്യുമെൻ്ററി. അതിപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ വർഷങ്ങളായിട്ട് മുമ്പ്, പേരൂടെ മറന്നുപോയി ഞാൻ. അതിനകത്ത് ആദ്യത്തെ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്, മോനെ റെഡിയായോ മാത്രമാണ് ആദ്യത്തെ ഡയലോഗ്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ അറിയാമല്ലോ, ഒരെണ്ണത്തിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അടുത്തതിനകത്ത് ഓട്ടോമാറ്റിക്കലി കണക്ഷൻസ് വരും. തീർച്ചയായും. അപ്പൊ ഷാലുവിന്റെ ആക്ടിംഗ് ഒക്കെ ഇഷ്ടമായിരുന്നേ?
ആക്ടിങ് ഇഷ്ടമായിരുന്നു. എല്ലാം എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം വളരെ പെട്ടെന്ന്. ഡാൻസ് എൻ്റെ വീട്ടിൽ ആരും കലയായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. ഡാൻസ് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചേക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതും എൻ്റെ അമ്മ പഠിപ്പിച്ച സ്കൂളിൽ അവിടെ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ വെറും പ്രഹസനങ്ങൾ മാത്രം. അതായത് യൂത്ത് ഫെസ്റ്റിവൽ അവിടെ നടത്തണം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് പ്രഷർ ഉള്ളത് കൊണ്ട് അവിടെ നടത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 2 ദിവസം യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് വെറുതെ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചെന്ന് അവിടെ ജോയിൻ ചെയ്ത്, അതായത് 7ാം ക്ലാസ്സിനാണ് ഞാൻ അമ്മയുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ആളാണ്. പക്ഷെ അത് ഭയങ്കര ടേണിംഗ് ആയിരുന്നു, ടേണിംഗ് പോയിന്റ് ആയിരുന്നു. വെരി ഷോർട്ട് പീരീഡ് കൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു. 1 മാസം കൊണ്ട് വർണ്ണം പഠിച്ചു. അതേപോലെ തന്നെ അഭിനയം അതിങ്ങനെ ഞാൻ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു. അത് പറയാൻ കാരണം എൻ്റെ ചാച്ചന്, പപ്പയെ വിളിക്കുന്ന ചാച്ചൻ ഇവിടെ കോട്ടയം ഭാഗത്ത് എങ്ങാണ്ട് പോയപ്പോൾ അവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ കഥ പറയുക. അവിടെ ഇന്നാരെ കണ്ടു, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, ആരൊക്കെയോ കുറേ ആർട്ടിസ്റ്റുകളെ കണ്ടു, കുറേ വണ്ടികൾ അടുപ്പുണ്ട്, അവർക്കൊക്കെ ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക, അവർ എല്ലാം കാണുന്നൊരു എക്സൈറ്റ്. ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കായിക്കൂടാ, ശരി എനിക്ക് നാളെ മുതൽ അഭിനയിക്കണം. അന്ന് വൈകിട്ട് സാറ് വന്നപ്പോഴത്തേന് പറഞ്ഞു ഇവളിങ്ങൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവർക്കുള്ള കണക്ഷനിൽ പറഞ്ഞ് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ലൈഫിൽ എല്ലാ തീരുമാനം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിനോട് എൻ്റെ അപ്പനും അമ്മയും നിൽക്കുകയും ചെയ്യും.